ഏപ്രിൽ 8-ാം തീയതി നമ്മൾ അശ്വമേധം എടുക്കാൻ കെ ശൈലജ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അന്നാണ് കെ ശൈലജ ടീച്ചർ ഇങ്ങനെ തനിക്കെതിരെ വ്യാപകമായ രീതിയിൽ അശ്ലീല വീഡിയോ നിർമ്മിച്ചുകൊണ്ടും ചില ചിത്രങ്ങളുടെ താഴെ വന്ന് കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടും അശ്ലീല കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടും സൈബർ ലിഞ്ചിങ് നടക്കുന്നു എന്ന് നമ്മളോട് പറയുന്നത്. ഞാൻ ഇത് തൊട്ടടുത്ത നിമിഷം തന്നെ ആ അശ്വമേധം പരിപാടിയിൽ തന്നെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് 3 കാര്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വടകരയിൽ ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന രീതിയിൽ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു സൈബർ ലിഞ്ചിങ് അവിടെ നടക്കുന്നുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അറിവോടുകൂടിയോ ആസൂത്രിതമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്നതാണ് എനിക്കതിനുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, മാർക്സിൻ്റെ ഭാഷയിൽ ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ലാത്ത, സമൂഹത്തിൽ അത്ര വലിയ രാഷ്ട്രീയ ധാർമ്മികതയോ സാമൂഹിക ധാർമ്മികതയോ ഒന്നുമില്ലാത്ത, ഇപ്പോൾ ഈ പോക്കറ്റടിക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ സമൂഹത്തിൽ പെറുക്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ അരാഷ്ട്രീയ ധർമ്മം നിർവഹിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും ആ ഘട്ടത്തിലില്ല എന്നാണ് മാർക്സ് വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലുംപൻ പ്രോലിറ്റേറിയറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പെറുക്കികൾ എന്ന് നമ്മൾ തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ ബോധമോ രാഷ്ട്രീയമായിട്ടുള്ള ശരിയോ തെറ്റോ ഒന്നുമില്ല. ഇവരെല്ലാ മുന്നണികളിലും ഏറിയ പങ്കുമുണ്ടാവും, കുറഞ്ഞും കൂടിയും അളവിലും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യും. ആ മുദ്രാവാക്യങ്ങൾ പിന്നീട് തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരെയൊന്നും കാലം വലിയ ഗൗരവത്തോടെ എടുത്തിട്ടുമില്ല. എന്നാൽ ഇനി വടകരയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വടകരയിൽ കെ ശൈലജ ടീച്ചറിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ നമുക്ക് 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ടീച്ചറിനെതിരെ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ വേണ്ടി ചില കൂട്ടർ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അതാണ് നമ്മുടെ അശ്വമേധം പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ വിവാദം. അതിലാണ് കെ ശൈലജ ടീച്ചർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ടീച്ചർ ചോദ്യമായി ചോദിച്ച ഒരു വാചകത്തെ അതിൽ നടത്തിയെടുത്ത് മുസ്ലിങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നടന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അത് ഏപ്രിൽ 8-ാം തീയതി നമ്മളോട് സംസാരിച്ചതാണ്. ടീച്ചർ അന്ന് ഇങ്ങനെയാണ് പറയുന്നത്: മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ? ഈ ചോദ്യം അവിടെ നിന്ന് കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുക്കുകയും മുസ്ലിങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രീതിയിലുള്ള വലിയ പ്രചരണം സൈബറിടങ്ങളിൽ നടന്നു. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്തതാണ്. ഇത് പലയിടങ്ങളിലും UDF അനുഭാവികളുടെ സൈബർ സ്പേസുകളിൽ നമ്മളത് കണ്ടു. അതിനെതിരെയാണ് ഇന്ന് പ്രധാനപ്പെട്ട 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് വാസ്തവമാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ടീച്ചർ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അത് UDF നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. UDF അനുഭാവികളാവാം അത് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ അത് വാസ്തവമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അശ്ലീല കമൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു പോൺ വീഡിയോ ഉണ്ടോ എന്നതാണ്. ഇതിൽ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ടുള്ളൊരു പോൺ വീഡിയോയെക്കുറിച്ച് ടീച്ചർ എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പോൺ വീഡിയോ ഇതുവരെയും ഞാനത് കണ്ടിട്ടില്ല. നമ്മളുടെ വടകരയിലെ റിപ്പോർട്ടർ സാനിയുമായി ഞാൻ സംസാരിച്ചു. സാനിയോയും അങ്ങനൊരു പോൺ വീഡിയോ നിർമ്മിച്ചതായിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ ചില ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും അശ്ലീല ചുവയുള്ള ദൃശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അത് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ ജഗദീഷിൻ്റെയും മുകേഷിൻ്റെയും ചിത്രങ്ങളുടെ തലകൾക്ക് പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശൈലജ ടീച്ചറിന്റെയും തലകൾ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ജയരാജന്റെ ഒരു കമന്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അശ്ലീല ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചതാണെന്ന് പ്രത്യക്ഷത്തിൽ പറയുക. പക്ഷേ അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റും പറയാൻ കഴിയില്ല. അതും UDFന്റെ ഏതെങ്കിലും നേതാക്കളല്ല പ്രചരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു ബോധ്യവുമില്ലാത്ത ചില വിഭാഗം ആളുകളാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നാഷണൽ കോർഡിനേറ്റർ ഒരു കമന്റ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. ആ കമന്റ് അങ്ങേയറ്റം ജുഗുത്സാപരമായിട്ടുള്ളൊരു കമന്റുമാണ്. അപ്പോൾ ഈ മൊത്തം വിവാദങ്ങളെ നമ്മൾ ഒരുമിച്ചെടുത്ത് നോക്കിയാൽ അത് 2 തട്ടിൽ കാണണം. ഒന്ന്, വ്യാജ വാർത്തകളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം ടീച്ചർക്കെതിരെ അവിടെ നടത്തി. അത് UDFന്റെ അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്നാൽ അശ്ലീല പോൺ വീഡിയോ നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം. ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു ദൃശ്യമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് കാണുകയും വേണ്ട, കാണാൻ താല്പര്യവുമില്ല. എന്നാൽ ഈ ചില കമന്റുകളുടെ കാര്യത്തിൽ ജുഗുപ്സാവഹമായ
വിരുദ്ധമായ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു കോർഡിനേറ്ററുടെ കമന്റും നമ്മൾ കാണാനിടയായി. അത് ഏത് സാഹചര്യത്തിലാണ് അയാൾ പറഞ്ഞത് എന്നത് പാർട്ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വാക്ക് ഒരു കഷണമുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, ഒരു തുണ്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും ഒരു നാഷണൽ കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ഇത്രയുമാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനെ പരിധിക്കപ്പുറത്തിലേക്കുള്ള ഒരു പ്രചരണ വിഷയമാക്കി മാറ്റുന്നതും അതേപോലെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നതും നമ്മുടെ ജനാധിപത്യത്തിനോ സമൂഹത്തിനോ ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, വടകര പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം സംസാരിക്കേണ്ട ഇടത്ത് ഈ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലേക്കും അതിൽ തന്നെ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളിലേക്കും അണികൾ പോകുന്നത് ഒട്ടും ശരിയല്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി മാത്രമാണ് എല്ലാ കാലത്തും ചെയ്തെന്ന് പറയുകയും സാധ്യമല്ല. കാരണം നമ്മുടെ മുന്നിലൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആസ്ഥാന വിധവ തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെയുണ്ട്. എങ്ങനെയാണ് അന്ന് SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന DYFIയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവിനെ അന്നത്തെ ഒരു നേതാവ് വിശേഷിപ്പിച്ചത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ സമൂഹം തള്ളിക്കളഞ്ഞ പദപ്രയോഗങ്ങളാണ്. പക്ഷേ വടകരയിൽ അനാരോഗ്യകരമായ പ്രചരണ യുദ്ധം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥി അതിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട്. അമിതമായി ഇതിനെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം തികച്ചും വ്യക്തിയധിഷ്ഠിതമായ വിഷയങ്ങളിലേക്ക് ചുരുക്കുന്നതിൽ നിന്ന് LDFും പിന്മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിൻ്റെ അനുമതിയോടുകൂടി നടക്കുന്ന പ്രചരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഫി എന്നോട് തന്നെ അശ്വമേധത്തിൽ ചോദിക്കുന്നുണ്ട്. എനിക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് രണ്ടുപേരും. അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ തേജോവധം ചെയ്ത് വിജയിച്ചു വന്നവരല്ല. അവർ രാഷ്ട്രീയം പറഞ്ഞ് വിജയിച്ചു വന്നവർ തന്നെയാണ്. അതുകൊണ്ട് മണ്ഡലത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രചരണം എത്രയും പെട്ടെന്ന് രണ്ടുപേരും അവസാനിപ്പിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യേണ്ടതാണ് എന്നതാണ് എനിക്കിതിനകത്തുള്ളൊരു ടേക്കുള്ളത്. എന്നാൽ ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ സമൂഹം ഇനിയും ആരോഗ്യകരമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രാപ്തമല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണത്. ആ ദേശീയ രാഷ്ട്രീയത്തിന് പകരം ചർച്ച ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളായി പോകുന്നത് നിർഭാഗ്യകരമാണ്. ഇതാണ് ഈ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. വ്യാജ വാർത്തയെ ആധാരമാക്കിയുള്ള പ്രചരണം അവിടെ ഉണ്ടായി. എന്നാൽ അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന് പറയുന്നത് വാസ്തവമാണ്. അതേസമയം തന്നെ ചില കമന്റുകൾ, ജുഗുപ്സാവഹമായ കമന്റുകൾ ചില ഉത്തരവാദിത്വപ്പെട്ട കോർഡിനേറ്റർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ് ഇതിലെ വാസ്തവം. തീർച്ചയായും അത് അപലപിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം.